സാമൂഹ്യ പരിഷ്കർത്താക്കളായ ജ്യോതിറാവ് ഫുലെയുടെയും ഭാര്യ സാവിത്രിബായ് ഫുലെയുടെയും ജീവിതകഥ പറയുന്ന ആനന്ദ് മഹാദേവൻ ചിത്രം ഫുലെയുടെ റിലീസ് മാറ്റിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. ഫുലെയുടെ ജന്മവാർഷിക ദിനമായ ഏപ്രിൽ 11 റിലീസാകേണ്ട ചിത്രം 2 ആഴ്ച വൈകിയേ തിയേറ്ററുകളിലെത്തൂ. മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണ സമുദായ സംഘടനകളുടെ എതിർപ്പുയർന്നതിന് പിന്നാലെയാണ് ചിത്രത്തിന്റെ റിലീസ് നീട്ടിയത്. പ്രദീപ് ഗാന്ധിയും പത്രലേഖയും കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന ചിത്രത്തിന്റെ പ്രമേയം ജ്യോതിബ ഫുലെയുടെയും സാവിത്രിബായ് ഫുലെയുടെയും ജാതി ലിംഗ അനീതികൾക്കെതിരായ പോരാട്ടമാണ്. ചിത്രം ബ്രാഹ്മണ സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്നാണ് ആരോപണം. ആരാണ് ജ്യോതിബ ഫുലെ? അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രം എന്തുകൊണ്ടാണ് ഇന്നും ചിലരെ പ്രകോപിതരാക്കുന്നത്? ജ്യോതിബ ഗോവിന്ദറാവു ഫുലെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള സാമൂഹ്യ പരിഷ്കർത്താവാണ്. മഹാത്മാ ഫുലെ എന്നും അദ്ദേഹം അറിയപ്പെട്ടു. സ്ത്രീകൾക്കും ദളിതർക്കും മറ്റു പിന്നാക്ക വിഭാഗക്കാർക്കും യാതൊരുവിധ അവകാശങ്ങളോ അധികാരങ്ങളോ ഇല്ലാതിരുന്നൊരു കാലത്ത് അവരുടെ ശബ്ദമായി അവർക്കു വേണ്ടി വാദിച്ച് അവർക്കായി പ്രവർത്തിച്ചവരാണ് ജ്യോതിബ ഫുലെയും സാവിത്രി ഫുലെയും. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും വിധവകളുടെ ഉന്നതിക്കായും തൊട്ടുകൂടായ്മ ഇല്ലാതാക്കാനുമാണ് അവർ പ്രവർത്തിച്ചത്. മഹാരാഷ്ട്രയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രമുഖനാണ് ജ്യോതിബ ഫുലെ. ഇന്ത്യയിൽ ആദ്യമായി ജാതി വ്യവസ്ഥയ്ക്കെതിരായ പോരാട്ടം തുടങ്ങിവെച്ചവരിൽ പ്രധാനിയാണ് ഫുലെ എന്ന് തന്നെ പറയാം. പഠിക്കാൻ ആഗ്രഹമുള്ള കർഷകർക്കും തൊഴിലാളികൾക്കുമായി അദ്ദേഹം നൈറ്റ് സ്കൂളുകൾ ആരംഭിച്ചു. സ്ത്രീകൾക്കും പിന്നാക്ക വിഭാഗക്കാർക്കും നിർബന്ധമായും വിദ്യാഭ്യാസം നൽകണമെന്ന് അദ്ദേഹം വാദിച്ചു. നിരന്തരം അതിനായി പ്രവർത്തിച്ചു. വിധവകൾ സതി അനുഷ്ഠിക്കേണ്ടിയിരുന്ന ഒരു കാലത്ത് അത് അഭിമാനമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തിൽ വിധവാ പുനർവിവാഹത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. 1848 ഇന്ത്യയിലെ ആദ്യത്തെ പെൺകുട്ടികൾക്കായുള്ള സ്കൂൾ സ്ഥാപിച്ചു. സാവിത്രിബായ് ഫുലെയാണ് രാജ്യത്തെ ആദ്യത്തെ വനിതാ അധ്യാപിക. കർഷകർക്കും തൊഴിലാളി വിഭാഗത്തിനും വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തി. ഡാമുകളും ബണ്ടുകളും നിർമ്മിക്കണമെന്നും കർഷകർക്ക് അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷൻ നൽകണമെന്നും ഫുലെ പറഞ്ഞു. 1877 അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ ശബ്ദമുയർത്താനായി ദീൻ ബന്ധു ന്യൂസ് പേപ്പർ ആരംഭിച്ചു. 1873 സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചു. ദളിതർക്കും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിലുള്ളവർക്കും നേരെയുള്ള ബ്രാഹ്മണ ഉന്നത വിഭാഗങ്ങളുടെ വിവേചനവും ചൂഷണവും തടയുകയും അവരെ മോചിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു സംഘടനയുടെ ലക്ഷ്യം. ഇനി ഫുലെ സിനിമയിലേക്ക് വന്നാൽ റിലീസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ 12ഓളം മാറ്റങ്ങൾ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ജാതി വ്യവസ്ഥ സംബന്ധിച്ച വോയിസ് ഓവർ, മഹർ, മാങ്ക്, പേഷ്വായി തുടങ്ങിയ വാക്കുകളും പരാമർശങ്ങളും സിനിമയിൽ നിന്ന് നീക്കി. ചിത്രത്തിന് പ്രത്യേകിച്ച് അജണ്ടകളൊന്നുമില്ലെന്നും വസ്തുതകൾ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നും സംവിധായകൻ ആനന്ദ് മഹാദേവൻ വ്യക്തമാക്കിയതുമാണ്. എന്നാൽ ചിത്രത്തിലെ പരാമർശങ്ങൾ തങ്ങളുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തുന്നവയാണെന്നും സിനിമ കാസ്റ്റിസം പ്രൊമോട്ട് ചെയ്യുകയാണെന്നും ബ്രാഹ്മണരെ മോശമാക്കി ചിത്രീകരിക്കുകയാണെന്നുമാണ് ബ്രാഹ്മണ സംഘടനകളുടെ ആരോപണം. ജാതി തിരിച്ചുള്ള വേർതിരിവിനെ കുറിച്ച് പറയുന്ന ചിത്രം പക്ഷേ ഫുലെയുടെ പ്രവർത്തനങ്ങളെ പിന്തുണച്ച ബ്രാഹ്മണരെ പറ്റി പറയുന്നില്ലെന്നും അവർ ആരോപിക്കുന്നു. അഖിൽ ഭാരതീയ ബ്രാഹ്മൺ സമാജ്, പരശുരാം ആർത്തിക് വികാസ് മഹാമണ്ഡൽ എന്നീ സംഘടനകളാണ് ചിത്രത്തിനെതിരെ രംഗത്തെത്തിയത്. ഫുലെയുടെ ട്രെയിലറിൽ നിനക്ക് വിപ്ലവം ഉണ്ടാക്കണമെങ്കിൽ പോയി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേരുമെന്ന് ഒരാൾ ഫുലെയോട് പറയുന്നുണ്ട്. അതിന് അദ്ദേഹം നൽകുന്ന മറുപടി ഇപ്രകാരമാണ്: നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമകളായിട്ട് 100 വർഷമേ ആകുന്നുള്ളൂ. 3000 വർഷമായി തുടരുന്ന അടിമത്തത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിവുകൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അത് ഭാവിയിലും ആവർത്തിക്കും. എന്നാൽ വിപ്ലവത്തിൻ്റെ ഈ ജ്വാല കെടാതെ സൂക്ഷിക്കൂ. ജ്യോതിബ ഫുലെയുടെയും സാവിത്രിബായ് ഫുലെയുടെയും ജീവിതം സിനിമയാകുമ്പോൾ ജാതീയ പ്രിവിലേജുകൾ അനുഭവിക്കുന്നവർ അസ്വസ്ഥരാകുന്നതിൽ അത്ഭുതപ്പെടാനില്ല.